ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് രേണുസുതിയാണ്. രേണുസുതിയുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ രണ്ട് അപ്ഡേറ്റുകളും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രേണുസുതിയും ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വാർത്തകൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളായിട്ട് കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുകൂടാതെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് രേണുസുതിക്കെതിരെ നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ന്യൂസ് എനിക്ക് ഒരു 2 മാസം മുൻപേ ലഭിച്ചിരുന്നു. പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പുറത്തേക്ക് വിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാലും ഇന്ന് ശ്രീധുവിൻ്റെ ചാനലിനകത്ത് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്തും ഈ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഇന്നായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ 3ാം ചരമവാർഷികം. ഈ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ന് സുധിലയത്തിൽ ഒരു പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിച്ചത് ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിലാണ്. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് കാണാം. ഇത് സജീനാസ് വ്ലോഗിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് രേണുസുതി ബഹ്റൈനിൽ ഇരുന്നുകൊണ്ട് സുധിയുടെ കല്ലറ വീഡിയോ കോളിൽ കൂടി കാണുന്ന ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു. പിതാവേ, ഈ രാവിലേക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ പ്രിയ ഭവനത്തിലായി ഞങ്ങൾ ഒത്തുകൂടുവാൻ ഇടയായ സാഹചര്യങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഈ പ്രിയ കുടുംബത്തോട് മനസ്സലിയുമാറാകണമേ, അങ്ങ് ഈ കുടുംബത്തോട് ദയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അദൃശ്യമായ കാര്യം ഈ ഭവനത്തിന്മേൽ വെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ കുടുംബത്തെ അങ്ങ് സഹായിച്ചു, അങ്ങ് തുണച്ചു. പ്രതിസന്ധികളെ പ്രയാസങ്ങളിലൂടെയൊക്കെ ഈ പ്രിയപ്പെട്ടവർ കടന്നു പോകേണ്ട അപ്പോൾ ഇതാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വീഡിയോ. ഈ വീഡിയോയിൽ അച്ഛനെയാണ് കാണിക്കുന്നത്. ആർക്കും സംശയമൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് AI ജനറേറ്റഡ് ആണെന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം രേണുസുതി ആണല്ലോ ഇടയ്ക്ക് പറയാറുണ്ട് ചില ചാറ്റുകളൊക്കെ പുറത്ത് വന്ന സമയത്ത് അതെല്ലാം AI ജനറേറ്റഡ് ആണ് എന്നൊക്കെ. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നെ വേറെ വീഡിയോയ്ക്ക് അത് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. രേണുസുതി 2 ദിവസമായിട്ട് ബഹ്റൈനിലുണ്ട്. ഇതുവരെ രേണുസുതി അവിടെ സ്വർണം കടത്താൻ ചെന്നതാണെന്നോ അല്ലെങ്കിൽ മറ്റു പല പരിപാടികൾക്ക് വേണ്ടി ചെന്നതാണെന്നോ തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങളൊന്നും തന്നെ ആരും ബ്രേക്ക് ചെയ്ത് കണ്ടില്ല. അതെന്താണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഈ ഒരു കേസിനെ പേടിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ പല ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റും വിളികൾ ചെന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ ശ്രീധു പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു കാര്യം എന്ന് പറയുന്നത് രേണുസുതി വിഷയമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെയും രേണുസുതി വിഷയമായിട്ട് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നിങ്ങളിൽ പലരും പല വിഷയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ രേണുവിനെതിരെ പല ആരോപണങ്ങൾ വരുമ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, രേണു എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല, രേണു എന്തുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് നിയമപരമായിട്ട് പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ എത്ര യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ എത്ര യൂട്യൂബേഴ്സിന്റെ ചാനലിൽ രേണുസുതി കണ്ടന്റ് വരുന്നു എന്നുള്ളത്. കാരണം രേണു കേസ് കൊടുക്കേണ്ട രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് കേസ് കൊടുക്കുകയും സ്റ്റേഷനിൽ പോവുകയും മാപ്പ് പറയുകയും വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയും ഇനി രേണുവിനെതിരെ വീഡിയോ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ പല യൂട്യൂബേഴ്സിന്റെയും വാ അടഞ്ഞു പോയിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇത് വന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്ന് വച്ചിട്ട് തന്നെയാണ്. അതല്ല, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കാരണം കൊടുക്കേണ്ടവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോ കൂടെ ആകുമ്പോൾ അത് സക്സസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല ഹാപ്പിയാണ്. അവർക്ക് യാതൊരുവിധ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇതാണ് ശ്രീധുവിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കേസിനെ കുറിച്ച് വന്ന അപ്ഡേറ്റ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പോലീസ് ആദ്യം നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് പല ഇടങ്ങളിലും വിളിച്ച് അവർ സംസാരിച്ച് നിർബന്ധിച്ചാണ് ഈ കേസ് എടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. മിക്കവാറും 1-2 ചാനലുകൾ ടെർമിനേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചില യൂട്യൂബേഴ്സിനെതിരെ വരാനും സാധ്യതയുണ്ട്. ഇത്രമാത്രമേ എനിക്ക് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം
അത് നിയമ നടപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അത് പുറത്തേക്ക് പറഞ്ഞിട്ട് എനിക്ക് മറ്റൊരു കേസിൽ ചെന്ന് തല വെക്കാണ്ട് തൽക്കാല സമയമില്ല. കാരണം ഓൾറെഡി ഒരു 10-18 കേസ് എൻ്റെ പെടലേക്ക് ഇരിക്കുകയാണ്. ആ കേസൊക്കെ ഒന്ന് തീർത്തിട്ട് ഈ ഒരു പുതിയ കേസ് എടുക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ആ പേരുകളൊന്നും ബ്രേക്ക് ചെയ്യാത്തത്. എന്തായാലും നല്ല 8ൻ്റെ പണി 1-2 യൂട്യൂബേഴ്സ് ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഓൾറെഡി പോലീസിൻ്റെ വിളി ചെന്നിട്ടുമുണ്ട്. ഇതെന്നോട് രേണുവിൻ്റെ കൂട്ടുകാരെ മാത്രമല്ല പറഞ്ഞത്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകൾ തൃക്കൊടുത്താനത്തുണ്ട്, എന്തിനേറെ പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ പോലും ഉണ്ട്. അവരിൽ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്ത വിവരം അടിസ്ഥാനപ്പെടുത്തി ആർക്കെതിരെയൊക്കെ കേസുകൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഏതൊരു ഉദ്യോഗസ്ഥനാണ് ആദ്യം കേസെടുക്കാൻ തയ്യാറാകാതിരുന്നതെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. പിതാവേ, ഈ രാവിലേക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ പ്രിയ ഭവനത്തിലായി ഞങ്ങൾ ഒത്തുകൂടുവാൻ ഇടയായ സാഹചര്യങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഈ പ്രിയ കുടുംബത്തോട് മനസ്സലിയുമാറാകണമേ, അങ്ങ് ഈ കുടുംബത്തോട് ദയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അദൃശ്യമായ കരം ഈ ഭവനത്തിന്മേൽ വെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ കുടുംബത്തെ അങ്ങ് സഹായിച്ചു, അങ്ങ് തുണച്ചു. പ്രതിസന്ധികളെ പ്രയാസങ്ങളിലൂടെയൊക്കെ ഈ പ്രിയപ്പെട്ടവർ കടന്നു പോകേണ്ട